ഹലോ, ഇന്നൊരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ആദ്യം ഫസ്റ്റ് പോർഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കക്കയെല്ലാം വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് ഒന്നിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ കക്ക റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതാ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സമയത്തെല്ലാം ഗ്യാസ് സിമ്മിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്. ഈ തേങ്ങാക്കൊത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്താണ് കേട്ടോ കക്കയിലെ ഹൈലൈറ്റ്. ഇത് ഈ പച്ച ആ ഒരു ഇതിൽ തന്നെ കിടക്കണം കേട്ടോ. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കക്ക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ച കക്ക. ഇനി ഇത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കക്ക നല്ല രീതിയിൽ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചക്കറിവേപ്പില ലാസ്റ്റ് ഇടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോണേ. അപ്പോൾ ഉണ്ടോ, നല്ല ചൂട് കക്ക റോസ്റ്റ് തേങ്ങാക്കൊത്തൊക്കെ ഉള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.